ഹലോ വ്യൂവേഴ്സ്, ഞാൻ ഇന്നുള്ളത് മുംബൈയിലാണ്. മുംബൈയിൽ നമ്മൾ സാധാരണ ഒരുപാട് കളക്ഷൻസ് പല സ്ഥലങ്ങളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യലാണ്. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഓഫീസിലേക്കാണ് പോകുന്നുള്ളത്. വീർ ജ്വല്ലറി മുതലാളി തന്നെയായിരിക്കും തുറക്കൽ. ഹലോ സർ, മിസ്റ്റർ ബായ്, ഇങ്ങനെ സ്റ്റക്കായ അല്ലേ? ഇതാണ് നമ്മുടെ യശ്വന്ത് ബായ്. ഓക്കെ, നമ്മൾ വീഡിയോസ് എടുക്കുന്നത് വീർ ജ്വല്ലറി മുംബൈ. ഒരുപാട് ഡിസൈൻ ഒക്കെ ഉണ്ട് പറയുന്നത് അല്ലേ? ബോംബെ ബാംഗിൾ ഉണ്ടല്ലോ, 40 grams. സൂപ്പർ, നല്ല രസമുണ്ട്, അടിപൊളിയാണ്. ന്യൂ മോഡൽ CNC. യെസ്, നമ്മളെ കസ്റ്റമറോട് എപ്പോഴും പറയലുണ്ട്, നമ്മളെ ബോംബെ ബാംഗിൾസ് ഉണ്ടല്ലോ അത് ഒറിജിനൽ ബോംബെയിലല്ലേ എടുക്കല്. അപ്പൊ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് തെളിയിക്കണമെന്നുണ്ടായി. അങ്ങനെയാണ് നിങ്ങളെ ഷോറൂം തന്നെ എടുത്തത്. ഓക്കെ, ബോംബെ ബാംഗിൾ, അതും റിയൽ ബോംബെ ബാംഗിൾ, അതാണ് പ്രത്യേകം പറയേണ്ട കാര്യം. കണ്ടില്ലേ? ഇത് എത്ര ഗ്രാം വരുന്നില്ല? 8 ഗ്രാം തുടങ്ങുന്നുണ്ടല്ലേ? 8 gram, 10 grams. ഓക്കെ, ഇതൊരു കുറച്ചെടുത്തോ, ഒരു 10-20 പീസ് എടുത്തു. ഓക്കെ, നല്ല ഉണ്ട്. CNC बैंगल्स. ओके, लाइट वेट. कितना ग्राम भाई? 24 ग्राम. ഓ, നല്ല ഉണ്ട് കേട്ടോ, അടിപൊളി ഫിനിഷ്. 16 grams. Super finishing. യെസ്, ഷുവർ, സൂപ്പർ. ഇത് രണ്ട് വേണം നമുക്ക്. നല്ല ഉണ്ട്. അതുപോലെ ഇതും. ഓക്കെ, എടുത്തോളൂ. എനിക്കിത് ഈ ബോംബെ ബാംഗിൾ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. വീതി വേണം. നമ്മളവിടെ ഉണ്ടല്ലോ ബ്രൈഡലിന് എന്തായാലും ബോംബെ ബാംഗിളും ഒരു വീതി വേണം. അങ്ങനത്തെ ഈ ടൈപ്പ് റോസ് ഗോൾഡ്. പക്ഷെ ഇത് നല്ലൊരു ഡിസൈൻ. യെസ്, ഇതെല്ലാം 30 ഗ്രാം അങ്ങനെയൊക്കെ നല്ല. ഇതൊക്കെ സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കി നോക്ക്, നമ്മളെ ഇങ്ങനെയുള്ള ഷോറൂമുകളിൽ വന്നിട്ടാണ്, ബോംബെയിലുള്ള ഇങ്ങനെയുള്ള ഷോറൂമുകൾ വന്നിട്ടാണ് നമ്മളെ ഇങ്ങനെയുള്ള ബോംബെ ബാംഗിൾസ് എടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, റിയൽ ബോംബെ ബാംഗിൾസ് ആണ് ആൻറ്റിഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കുന്നുള്ളത്. കാരണം നമ്മൾ ഇങ്ങനെയുള്ള സപ്ലൈസിൽ വന്നിട്ട് ഒറിജിനൽ ബാംഗിൾസ്, ഒറിജിനൽ ബോംബെ ബാംഗിൾസ് എടുക്കുമ്പോഴാണ് അതിന് ആ ഒരു ക്വാളിറ്റി കിട്ടുന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മളെ വീർ ജ്വല്ലറി പോലത്തെ നല്ല ഡിസൈനേഴ്സ് വന്നിട്ടുണ്ട്. ആ ഒരു സെലക്ഷൻ ചെയ്യുമ്പോൾ അതിന് വെറൈറ്റി ഞാൻ സംശയം വേണ്ട. അപ്പോൾ ഇനി ഞാനിവിടെ പറയാണ്, നമ്മളെ ബോംബെ ബാംഗിൾസ് ഒറിജിനൽ തന്നെ എന്നുള്ളത് സംശയം തീർന്നുണ്ട്, എല്ലാവർക്കും സംശയമാണ്. അപ്പോൾ അതും നമ്മൾ ചെറിയ പണിക്കൂല നമ്മൾ കൊടുക്കുന്നുണ്ട്, അതാണ് പ്രത്യേകം പറയാനുള്ള കാര്യം. അപ്പോൾ ഓക്കെ, താങ്ക് യു, നൈസ് മീറ്റ് യു. ഒന്ന് ഹായ് ആക്കില്ല, നമ്മളെ ഒരുപാട് വ്യൂസ് ഉണ്ട്, എല്ലാവർക്കും പരിചയപ്പെടാൻ കഴിഞ്ഞില്ല അല്ലേ? അപ്പോൾ മാക്സിമം ഷെയർ ആക്കാൻ പറയാം. നിങ്ങൾ നന്നായിട്ട് മലയാളം നമ്മളോട് പറയുന്നില്ലല്ലോ. പിന്നെ എത്ര വർഷം തൃശ്ശൂർ ഉണ്ടായിരുന്നു? തൃശ്ശൂർ 30 വർഷം. 30 വർഷം തൃശ്ശൂർ ഉണ്ടായിരുന്നു പുള്ളി. ഇപ്പൊ ആക്ച്വലി ബോംബെയിൽ തന്നെയാണ് പുള്ളി. നമ്മുടെ നാട്ടിൽ വന്നിട്ട് മലയാളം പഠിച്ചു. പിന്നെ എന്നാടി നേരെ പറയാൻ തുടങ്ങി. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മളെ ഭാഷയിൽ, ഇന്ത്യയിലെ ഭാഷയിൽ ഏറ്റവും കഠിനമായ ഭാഷ, ഒരിക്കലും പറയാൻ പറ്റാത്ത ഭാഷ അത് മലയാളം. പക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അത് പിടിച്ചെടുത്തു. ഓക്കെ, ഓക്കെ, ബൈ. Antique Gold and Diamonds. Purity, Divine, Trust. Old Bus Stand, Kasaragod.